രാത്രി ഒരു 2-2:30 ഞാൻ ഏറ്റപ്പം ഈ വീടിന് പുറത്ത് നമ്മുടെ റോഡിൽ കൂടെ നിറച്ച് ഒരു 10-20 പോലീസുകാരുണ്ട്. എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോയിരുന്നത്? എനിക്കൊന്നും തോന്നില്ല പിണറായിയുടെ അയാളുടെ പോലുള്ള ചെയ്തിട്ട് പോലീസെല്ലാം വന്ന് ഞാൻ തയ്യാറാന്നു. കേരളത്തിൽ UDF LDF ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം കൂടെ BJP കയറി ചാടുക. പക്ഷേ ജനം എന്നാലും BJPയിലേക്ക് വരിക. BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ, അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ PC ജോർജ് എന്നുള്ള മനുഷ്യൻ BJPയോടുകൂടി ചേർന്ന് നിൽക്കുന്നത്? അല്ല, ഞാൻ വന്നതിന് ശേഷം ആ BJPക്ക് മുന്നേറ്റം ഉണ്ടായി. ക്രിസ്ത്യാനി ഉള്ള സ്ഥലങ്ങളിലെല്ലാം BJP കോട്ട് കൂടി. ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ വിഭാഗം. ആ ക്രിസ്ത്യൻ വിഭാഗത്തെ രക്ഷിക്കാൻ ഇപ്പോൾ BJP ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇതിന് പുറത്തുള്ള കാര്യം. കഴിഞ്ഞ ദിവസമായപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി കോൺഗ്രസിനോടൊപ്പമുള്ള മുഴുവൻ കക്ഷികളും അവരെ ഇട്ടേച്ചു പോയി. തകർന്ന് തരിപ്പെടുമെന്നതിനർത്ഥം ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോലും തയ്യാറില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെ ഒക്കെ പാർട്ടിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ദിരാഗാന്ധി ഒക്കെ പാർട്ടിയാണോ? കേരളം മുഴുവൻ നടക്കുന്നില്ലേ? മരുന്നില്ലോട്ടം, ഡോക്ടർമാരില്ല. ഇത്രയും ഡോക്ടർമാർ പാസ്സായി കിടക്കുന്നില്ലേ? 50,000 രൂപ ഒരു സന്തോഷം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഗവൺമെൻറ് സർവീസിൽ ഡോക്ടർമാർ വന്ന് സേവനം ചെയ്യല്ലേ. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല, പൊതുപ്രവർത്തനം എന്ന് വേണേൽ പറയാം. കേരളത്തിലെ ഏറ്റവും നല്ല നടന്മാരൊരാളുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ MP ആണെന്ന് ആഗ്രഹിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളിയെല്ലാം നിൽക്കേണ്ടായിരുന്നു. നിന്ന സ്ഥിതിക്ക് ഞാൻ വോട്ട് ചെയ്തു. അതിന് മാന്യമായി പൊതുപ്രവർത്തനം നിൽക്കണം. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമാണ്. മുസ്ലിം ലീഗ് പോലും ആ കൂട്ടത്തിൽ കൂടുക. അപ്പോൾ എവിടെ പോയി നിൽക്കും? അത് മുസ്ലിം വർഗീയതയായി മാറുക. വിശ്വാസപരമായ കാര്യങ്ങൾ പരസ്പരം തർക്കം ഉണ്ടാക്കേണ്ട കാര്യം അതിനകത്ത് തീവ്രവാദം കൊണ്ടുവരാൻ പാടില്ല. ആ തീവ്രവാദം കൊണ്ടുവരുന്നതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. കേരളത്തിലെ LDF UDF പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. കുടുംബത്തിലുള്ള ആളുകളോ സുഹൃത്തുക്കളൊക്കെ അവനോടൊന്ന് ഒരു പൊടിക്ക് അടങ്ങാൻ പറയൂ, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് പറയല, പിന്നെ അവൻ പറഞ്ഞിട്ട് വരിക. കേരള രാഷ്ട്രീയ തറവാട്ടിൽ വർഷങ്ങളായി നിലപാടിൽ അങ്ങനെ വെള്ളമൊന്നും ചേർക്കാത്ത ഒരു ഈരാട്ടുപേട്ടക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജും ഭാര്യ ഉഷയുമാണ് ചേരുന്നത്. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സന്ദീപ് വാര്യർ കളം മാറ്റി കോൺഗ്രസിൽ പോയതിനെ പറ്റിയുള്ള അഭിപ്രായം. സുരേഷ് ഗോപി എന്ന വ്യക്തി MP ആയി എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം വേണ്ട, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു, അദ്ദേഹത്തെ വളച്ചു കിട്ടുന്നു BJP എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഈ രണ്ട് വിഷയത്തെ പറ്റിയുള്ള പ്രതികരണം എന്താ? ഈ സന്ദീപ് വാര്യരെ പറ്റി എൻ്റെ അഭിപ്രായം, പാലക്കാട് സീറ്റ് കൊടുത്തായിരുന്നു സന്ദീപ് വാര്യർ വരുമായിരുന്നു. അവിടെ പ്രശ്നം. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ കാലുമാറ്റം എന്ന് തന്നെ പറയാം. അത് എനിക്ക് അത്ര ബഹുമാനം അയാളോട് തോന്നുന്നില്ല. സന്ദീപ് വാര്യർ ഒരു ആ കാര്യത്തിൽ മാന്യനല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് ചുമക്കൂല്ലോ, ചുമ്മാ ചുമക്കട്ടെ. നാറിയവനെ ചുവന്നോ നാറും എന്ന് കോൺഗ്രസ് ഇപ്പം തന്നെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അനുഭവിച്ചു. പിന്നെ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞു. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല, അങ്ങേരൊരു പൊതുപ്രവർത്തനാണെന്ന് എന്ന് വേണേൽ പറയാം. പുള്ളി ഇപ്പോഴും സിനിമ എന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ ഏറ്റവും നല്ല നടന്മാരൊരാളുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ MP ആണെന്ന് ആഗ്രഹിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളിയെല്ലാം നിൽക്കേണ്ടായിരുന്നു. നിന്ന സ്ഥിതിക്ക് ഞാൻ വോട്ട് ചെയ്തു. അതിന് മാന്യമായി പൊതുപ്രവർത്തനം നിൽക്കണം. സിനിമ അഭിനയിക്കുന്നത് ഞാൻ എതിരല്ല, പക്ഷേ സിനിമയേക്കാളും വലുത് പൊതുപ്രവർത്തനമാണെന്ന് കണക്കാക്കാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ ഒരു മന്ത്രി കൂടാണെന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങളോട്, കേരളം മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളോട് നീതി ചെയ്യേണ്ടവരാണ്. അതുകൊണ്ടൊരു ഡൽഹിയായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണം. ആഴ്ചയിൽ ഒരു 2-3 ദിവസം തൃശ്ശൂരും കേരളമായിട്ട് നിൽക്കണം. അങ്ങനെ ഒരു മാറ്റം സുരേഷ് ഗോപി വരുത്തി ഇന്ത്യക്ക് മാതൃകയായ ഒരു മന്ത്രിയായി മാറുന്നത് കാണാനാണ് എൻ്റെ ആഗ്രഹം. PC ജോർജിന് എപ്പോഴാണ് ഒരു ദേഷ്യം വരുന്നത്? എനിക്ക് ദേഷ്യം വരുന്നത് ഈ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അരിശം വരാറുണ്ട്. ഏതെങ്കിലും മലയാളി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവനൊക്കെ അവൻ്റെ സൗകര്യം പോലെ വണ്ടി ഓടിച്ച് പോവല്ലേ. പലപ്പോഴും വണ്ടി നിർത്തി ഞാൻ ചന്തയ്ക്ക് വിളിക്കാറുണ്ട്. എൻ്റെ ഡ്രൈവർ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾ വളരെ ഒരു മീഡിയം 60 കിലോമീറ്റർ അല്ലെ, വലിയ മെയിൻ റോഡാണ് 80 കിലോമീറ്റർ, അല്ലെ 40, ആ സ്പീഡിലേ പോകാറില്ല ഞാൻ. അപ്പോൾ പോകുന്ന എത്ര സ്പീഡുണ്ട്, എത്ര ആവശ്യമുണ്ടല്ലോ അങ്ങനെ പോകുന്നു. ഒരിക്കലും നിയമം തെറ്റിക്കാൻ സമ്മതിക്കില്ല, നിയമം തെറ്റിക്കാറില്ല. ഏതെങ്കിലും പോലീസുകാരൻ കൈ കാണിക്കാൻ അകലെ നിൽക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയേക്കും. അവർ പോകാൻ പറയാതെ ഞാൻ പോകില്ല. എനിക്ക് വെരി സ്ട്രിക്റ്റ് ആക്കാൻ, നിയമം പാലിക്കണം. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഗതികേട് നിയമം പാലിക്കില്ല. ഒറ്റയിടത്തും വണ്ടി മര്യാദയ്ക്ക് ഓടിക്കുകയില്ല. ഇപ്പം മുടിയാനായിട്ട് ഡ്രൈവർമാരെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണ്ട, നടുക്കൂടെ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനെ കൂടെ പോകണം, അത് ശരിയെന്നാണ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും. ഈ വാദ്യന്മാരെ തന്നെ സത്യത്തിൽ ഇടതുവശം ചേർന്ന് പോകണ്ടേ? പോകല. നമ്മളിപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വലതുവശത്ത് മറ്റേ അവിടെ നിന്ന് ആരും വല്ലാത്ത സമയത്ത് ഓവർടേക്ക് ചെയ്യേണ്ടി വരും. ഈ ഡ്രൈവിംഗ് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ചില നിയമം കർക്കശമായി നടപ്പാക്കാൻ ഞങ്ങളുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകണം.
ആ കാര്യത്തിൽ മന്ത്രി ഗണേശൻ കുഴപ്പമുള്ളവരല്ല, ഗണേശൻ ആ കാര്യത്തിൽ ഇച്ചിരി ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇങ്ങനെയുള്ള ചില കർക്കശങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇത് തന്നെ നിലപാടുകളൊക്കെ ആയിട്ട് വാർത്തകളിലും ടി വി അഭിമുഖങ്ങളിലൊക്കെ വന്ന് പറയുകയും ചെയ്യും. അപ്പം അതിന് പല പ്രത്യാഘാതങ്ങളും പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടെയുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളോ സുഹൃത്തുക്കളൊക്കെ അവനോടൊന്ന് ഒരു പൊടിക്ക് അടങ്ങാൻ പറയൂ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. പറയാറുണ്ട്. എൻ്റെ അടുത്ത് പറയല, പിന്നെ അവൻ പറയേണ്ടി വരികയല്ല. അവളുടെ അടുത്തൊന്ന് പറയൂ. അത് ഞാൻ ഇത്രയും പറയുന്നത് പോരെന്നുള്ള അഭിപ്രായത്തിൽ നീങ്ങുന്നത് ഞാൻ മാത്രമല്ലെന്ന്. ഇപ്പം നമ്മുടെ കേരള നിയമസഭ നടക്കുന്നു, ആരെങ്കിലും മിണ്ടുന്നവനുണ്ടോ അതിനകത്ത്? മുഖ്യമന്ത്രി പിണറായി വിവരങ്ങളൊക്കെ ചെയ്യുന്നു, എല്ലാവരും അവിടെ കൂടുന്നു, കൈവെക്കുന്നു. ഒരു വിശദമായ ചർച്ചയോ വിമർശനമോ നിയമസഭ കേൾക്കാറുണ്ട്. ഞാൻ ഈ പ്രതിപക്ഷ ബി ഡി സതീശൻ ഇങ്ങനെ ആയാലോ എന്ന് അപ്പം ദുഃഖിക്കുക. നമ്മൾ വിമർശനം വേണ്ടേ? അതില്ല. വിമർശനം എന്തിനാണ്? നന്മയ്ക്കാണ്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ എന്തൊരു ഗതികേടാണ്. കോൺഗ്രസിൻ്റെ കഷ്ടകാലമാണ് ഞാൻ ഈ പറഞ്ഞു. അവിടെ പാർലമെൻറ്റ് 3 ദിവസം കൊണ്ടിട്ടും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുക കോൺഗ്രസ്. എന്തൊരു കോൺഗ്രസ് ഇത്? ജവഹർലാൽ നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ഒക്കെ പാർട്ടിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ദിരാഗാന്ധി ഒക്കെ പാർട്ടിയാണോ എന്ന്. തകർന്ന് തരിപ്പെടുന്നതിനർത്ഥം ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോലും തയ്യാറില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമായപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി കോൺഗ്രസിനോടൊപ്പമുള്ള മുഴുവൻ കക്ഷികളും അവരെ ഇട്ടേച്ച് പോയി, ആരും ഇല്ലെന്നായി. അപ്പോഴാണ് പാർലമെൻറ്റിൽ സഭയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. എന്തൊരു നാണക്കേടാ! ഇത്രയും സീറ്റ് കൊടുത്ത് ജനം വിജയിപ്പിച്ച ഒരു പാർട്ടിയല്ലേ ഈ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇങ്ങനെ അധപ്പതിക്കാവോ? ഇവിടുത്തെ കലയെന്നാ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഒറ്റൊന്നും തെറ്റിദ്ധരിക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സത്യത്തിൽ PDP, പോപ്പുലർ ഫ്രണ്ട്, SDP ഒക്കെ പറയണ്ടേ. പക്ഷേ മുസ്ലിം ലീഗ് പോലും ആ കൂട്ടത്തിൽ കൂടുക. അപ്പോൾ എവിടെ പോയി നിൽക്കും? അത് മുസ്ലിം വർഗീയതയായി മാറുക. അതുപോലെ തന്നെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് BJP തോപ്പിക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും KT ജലീൽ CPM പിണറായിയുടെ പാർട്ടിയാണ്. അയാളും PDPയും ഉള്ള രാജ്യത്തുള്ള വിവിധ ഇത്തംസ കക്ഷികൾ മുസ്ലിമായിട്ടുള്ളതെല്ലാം ഒരുമിച്ച് ചേർന്ന് കൂടാതെ 44,000 വോട്ട് ഒരുമിച്ച് ചെയ്യുക കോൺഗ്രസ്. എന്തുകൊണ്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു? കോൺഗ്രസ് അവരുടെ കോംപ്രമൈസ് തയ്യാറാണെന്ന്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വർഗീയ മുന്നേറ്റത്തിന് കോൺഗ്രസ് തയ്യാറാണ്. അതിൻ്റെയാണ് ഇപ്പോൾ പാലക്കാട് ജയിച്ചതല്ലാതെ BJP തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവിടെ തൊട്ടടുത്ത ചേലക്കര 10,000 വോട്ട് BJPക്ക് കൂടി, അതാരും മിണ്ടുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക നിന്ന വയനാട് പാർലമെൻറ്റ് സീറ്റിൽ ക്രിസ്ത്യാനിയുള്ള സ്ഥലങ്ങളിലെല്ലാം BJP വോട്ട് കൂടി. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ വിഭാഗം. ആ ക്രിസ്ത്യൻ വിഭാഗത്തെ രക്ഷിക്കാൻ ഇപ്പോൾ BJP ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് അതിന് പുറത്തുള്ള കാര്യം. അതാണ് മുനമ്പ ഇഷ്യൂ. ഇന്ന് ഈ അടുത്ത ദിവസം നമ്മുടെ VD സതീശൻ ചെല്ലുന്നത് എറണാകുളത്തുള്ള VD നോർത്ത് പറവൂരാണ്. ആ സതീശൻ്റെ വീടിൻ്റെ അതിൽ ആ മുനമ്പത്തോട് പോകേണ്ടത്. ഇത്ര നാൾ എവിടെ ആയിരുന്നു? അവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കേരള നിയമസഭയിൽ പിണറായി കൊണ്ടുവന്ന അബ്ദുറഹ്മാനോട് അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയമാരന്മാർ പിന്നെ എങ്ങനെ നന്നാവും? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അങ്ങനെ പ്രമേയത്തിൽ കൂടി നിൽക്കാവോ? ദൈവവിശ്വാസി എന്ന് കൂട്ടി നിൽക്കാവോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉൾപ്പെടെയുള്ള ദൈവവിശ്വാസം കൂട്ടി നിൽക്കുന്നത് തെറ്റാണ്. മാണിയും ജോസഫും അതിന് കൈപൊക്കി. ഇപ്പോൾ ജോസഫിനെ കാണാനല്ലോ ഒളിച്ചു കിടക്കുക. നാട്ടിലിറങ്ങിയപ്പോൾ തെറി പാഴ്സായിട്ട് കിട്ടുന്നുണ്ട്. ജോസ് കെ മാണി പുരമ്പത്തി ചെന്നപ്പോൾ ആവശ്യത്തിന് തെറി മേടിച്ചു. ഇപ്പം നിവൃത്തിയില്ലാതായിരിക്കുക. ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ വർഗീയതയോ മുസ്ലിം വർഗീയതയോ അല്ല ഞാൻ പറഞ്ഞു. മുസ്ലിമും ക്രിസ്ത്യാനിക്കും ഒന്നിച്ചു പോകണം. അതിന് വർഗീയത പാടില്ല. ഞാൻ അതിനിടയ്ക്ക് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ പരസ്പരം തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഹിന്ദു മതവിശ്വാസപ്രകാരം പോകണം, ക്രിസ്ത്യാനി വിശ്വാസത്തിൽ പോകണം, മുസ്ലിം മതവിശ്വാസപ്രകാരത്തിൽ പോകണം. അതിനകത്ത് തീവ്രവാദം കൊണ്ടുവരാൻ പാടില്ല. ആ തീവ്രവാദം കൊണ്ടുവരുന്നതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. കേരളത്തിലെ LDFും UDFും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പിന്നെ കോൺഗ്രസിനേക്കെ ഭേദം പിണറായി വിജയനാണ്. അദ്ദേഹം ആളെ മുറ്റുമ്പോഴെങ്കിലും നിങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് അതും പറയാമല്ലോ, പേടിയാണ്. അപ്പം കേരള രാഷ്ട്രീയം തന്നെ മലീമസമായി എന്ന് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ് PC ജോർജ് സാർ. അതായത് ബാക്കിയുള്ള നേതാക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലും എന്താണോ കേരള രാഷ്ട്രീയത്തിലും കേന്ദ്ര രാഷ്ട്രീയത്തിലും നടക്കുക അതിനെപ്പറ്റി കൃത്യമായിട്ട് നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. എത്ര സമയം ചിലവാക്കും ഈ വായനയ്ക്കും ഇതിന് അപ്ഡേറ്റ് ആവാനൊക്കെ? രാവിലെ ഒരു 6 മണിക്ക് വായന തുടങ്ങിയാൽ ഒരു 8 മണി വരെ വായിക്കും. അതിനിടയിലൊരു ഫോൺ വന്നാൽ പോലും അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കി. ദൈവവിശ്വാസി എന്ന് പറയുമ്പോൾ എത്രമാത്രം വിശ്വാസമാണ്? വളരെ നല്ല ദൈവവിശ്വാസം. കേരള രാഷ്ട്രീയത്തിലും കേന്ദ്ര രാഷ്ട്രീയത്തിലും ഇപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ.
അപ്പോൾ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ പി സി ജോർജ് എന്നുള്ള മനുഷ്യൻ ബി ജെ പിയോടുകൂടി ചേർന്ന് നിൽക്കുന്നത്? അല്ല, ഞാൻ വന്നതിന് ശേഷം ആ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായത്. ഉം, ഉം, ഉം. എൻ്റെ ഔദാര്യം എന്നല്ല ഞാൻ പറഞ്ഞ്, ബി ജെ പി എന്ന് പറയുമ്പോൾ ആരും തൊടാൻ പാടില്ലാത്ത പാർട്ടി എന്ന് എൽ ഡി എഫ് യു ഡി എഫ് ഇവിടെ പ്രചരിപ്പിച്ച്. മാം, ഈ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന എല്ലാ ആളുകളും പി സി ജോർജിനെ വിളിക്കുന്നത് പി സി ജോർജ് എന്ന് തന്നെയാണ്, ഏതൊരാൾ അഭിമുഖം ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വല്ല സാറെന്നോ അല്ലെങ്കിൽ അങ്കിളെന്നോ ഒക്കെ വിളിക്കേണ്ട സമയത്താണ് പി സി ജോർജ് എന്ന് വിളിക്കുന്നത്. സാധാരണ ഈ സിനിമാ നടന്മാരൊക്കെ ആണല്ലോ അങ്ങനെ വിളിക്കുക. എത്ര പ്രായമായാലും നമ്മൾ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് അങ്ങനെയൊക്കെ തന്നെ വിളിക്കുക. അത് കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. വലിയൊരു ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ടല്ലോ. ഈ പൂഞ്ഞാറിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും അദ്ദേഹം പോയി ഇടപെടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയം അത് കുറയോ? അതെപ്പോഴും ഇപ്പോഴാണ് കുറച്ച് സമയം ഉള്ളത്. എന്നാലും എല്ലാം എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും പണ്ടൊക്കെ ഒന്നും ശ്രദ്ധിക്കാറില്ല. വരുന്നു പോകുന്നു. അത് ഞാൻ വീട്ടുകാരിയെ ശ്രദ്ധിക്കാറില്ല. അതിന് എനിക്ക് ഭാര്യയുണ്ട്, അവൾ വീട്ടുകാരി നോക്കണം. അവൾ നോക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. പിള്ളേർക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അതെല്ലാം അവൾ തന്നെ തന്നെ ശ്രദ്ധിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ലെന്ന്. ഞാൻ പുകഴ്ത്തി രക്ഷപ്പെടുകയാണല്ലേ? അല്ല, പുകഴ്ത്തി സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഒരു പുകഴ്ത്തില്ല, ഒരിക്കലും ഞാൻ പുകഴ്ത്താൻ എൻ്റെ ആവശ്യമില്ല. അവൾ തന്നെ നോക്കുകയല്ല. പിന്നെ ഞാൻ വന്നില്ല, ഞാൻ ഇല്ലെങ്കിൽ ഒരു മാസം ഞാൻ പോയാലും ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല, അവൾ നോക്കും. അത് ഇപ്പം കൊല്ലം എത്രയായിരുന്നു? 1981 കിട്ടിയത്. ഇപ്പോൾ 82 81 കൊല്ലം എത്രയായി? 24/10/34 മനസ്സിലായില്ലേ? ഇപ്പം 43-44 വർഷമായി ഈ വീട് നോക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്നാ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഈ 44 വർഷക്കാലം അതൊരു വലിയ കാലയളവായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെ കഴിഞ്ഞു പോയി എന്നൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, അതൊക്കെ കഴിഞ്ഞു പോവുമല്ലേ. നമ്മളങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് പോകും. ആദ്യം MLA ആയതിനു ശേഷമാണല്ലോ ഈ വിവാഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ആ സമയം തൊട്ടേ ഈ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഒപ്പം വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്ന അന്നത്തെ കൂട്ടുകാരികൾ, അവരുടെ പോലത്തെ ഒരു ജീവിതമൊന്നും അല്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു നിരാശയോ ദുഃഖമൊക്കെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പം തോന്നാറുണ്ട്, ചിലപ്പോൾ അത് കുഴപ്പമില്ലാന്നും തോന്നും, ചിലപ്പം തോന്നും ഇങ്ങനെ. വേറൊരു കാര്യമാണ് വിഷ്ണു, ഞാൻ MLA ആയി എന്താണ് എൻ്റെ ജീവിതം എന്ന് കണ്ടതിന് ശേഷം എന്നോട് കൂടുതലായി ഇവള്. കല്യാണം ഒരു ജനുവരി 25-ാം തീയതി. 26-ാം തീയതി നേരത്തെ ഫിക്സ് ചെയ്തൊരു പ്രോഗ്രാം NTR ഉണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ കാറ് ഓടിച്ച് കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ എന്തായിട്ട് പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം വരാൻ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ ഒന്ന് എടപ്പാടി ഇവിടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഏറ്റ പ്രോഗ്രാം ഞാൻ കട്ട് ചെയ്യാറില്ല, അതാണ് പ്രശ്നം. അതിനകത്ത് അവൾക്ക് അതിന് കുറ്റം പറയാൻ ആവശ്യമില്ല. കാരണം അവൾ നല്ല ബോധ്യത്തോടുകൂടി എന്നെ കിട്ടിയത്. ഞാൻ എന്നോട് പറഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെക്കാമെന്ന് ഞാൻ പറഞ്ഞ അവളോട്. അല്ല, വേണമെങ്കിൽ നമ്മൾ തർക്കം വേണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരു പൊളിറ്റീഷ്യനെ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് വിചാരിക്കുക, ഫുൾ ടൈം പൊളിറ്റീഷ്യൻ. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താ ഒരു ഉപദേശം കൊടുക്കാനുണ്ടാവുക? ഒരു ത്യാഗമയിയായ ഭാര്യ, സഹിക്കാനും ക്ഷമിക്കാനും. ഇപ്പോൾ BJP കയറുന്നതിനേക്കാൾ മുമ്പ് 3 തവണ അടുപ്പിച്ച് സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ധൈര്യം? നമ്മുടെ ദൈവവിശ്വാസം, അതാണ് ധൈര്യം. എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോയിരുന്നത്? എനിക്കൊന്നും തോന്നില്ല. പിണറായിയുടെ അയാളുടെ പോലുള്ള ചെയ്യട്ടെ, പോലീസെല്ലാം വന്ന് ഞാൻ തയ്യാറാന്നു. രാത്രി ഒരു 2-2:30 ആയപ്പോൾ ഞാൻ ഏറ്റപ്പം ഈ വീടിന് പുറത്ത് നമ്മുടെ റോഡിൽ കൂടെ നിറച്ച് ഒരു 10-20 പോലീസുകാരുണ്ട്. ഞാൻ കിടന്നുറങ്ങി. എന്നാന്ന് എനിക്ക് അന്ന് ഇച്ചിരി ഈ SDP എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞാനത് അതിൻ്റെ വല്ലതും ഇന്ന് രാത്രി വരുമെന്നല്ല പറഞ്ഞ് പോലീസ് എന്നെ രക്ഷിക്കാൻ നിൽക്കുന്നതാണ് ഞാൻ ഓർത്തത്. ഒരു 5-5:30 ആയപ്പോൾ ബെല്ലടിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ റോഡിൽ നിന്ന് പോലീസെല്ലാം വീട്ടിൽ ചുറ്റുമുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. എന്നെ എല്ലാം കൂടെ ഇത്രയും ബഹളം, എന്നാ പ്രശ്നം? അപ്പോൾ പറഞ്ഞ ഇങ്ങനെ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അറസ്റ്റ് ചെയ്യാനും കോടതി കയറാക്കും. നമ്മൾ നിങ്ങൾ പറയേണ്ട കോടതി കയറാക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഞാൻ ചോദിച്ചു, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ഇത്രയും പോലീസുകാർ തിരുവനന്തപുരത്ത് വന്നെങ്കിൽ എന്ത് കാര്യത്തിൽ വന്നു? ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് ഇപ്പോൾ എല്ലാം കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ഒരു ഫോണിൽ വിളിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വരുമല്ലോ, പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നു? ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അവൻ മര്യാദ കണ്ട് പഠിക്കുക. ഞാൻ ഇപ്പോൾ ഒരു ബനിയനും കയ്യിലും കൊണ്ടുപോകാം. ഞാൻ ബാക്കി ഇറങ്ങി പോയേക്കാന്ന് ഞാൻ വണ്ടിയിൽ കയറുന്നു. അപ്പം പറഞ്ഞ് അതല്ല, കുളിച്ചിട്ടൊക്കെ വന്ന്. വളരെ നന്നായി. ഞാൻ പോയി കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ വന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മകനും വന്ന് ഓടി കയറി. പിന്നെ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. അത്രയും ഞങ്ങൾ നേരെ പോലീസ് അപ്പുറം ഇപ്പുറം പോലീസുമായിട്ടൊക്കെ പോയി. ഇവിടം മുതൽ ദൈവാനുഗ്രഹം ഇത് മുഴുവൻ ചാനലുകൾ വന്നുകൊണ്ടിരുന്നതും RSൻ്റെയും BJPയുടെയും പ്രവർത്തകരെല്ലാം റോഡിൽ ഇവിടം ഈരാറ്റുപേട്ട മുതൽ തിരുവനന്തപുരം വരെ ക്യൂ നിന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നതെല്ലാം നോക്കിയുണ്ട് അവർ പോകാറാ. പിണറായി അങ്ങനെ അറസ്റ്റ് ചെയ്ത് നന്നായി കേട്ടോ. എനിക്ക് ഈ BJPയുടെ ഇത്രയും ഒരു നന്ദിയും കടപ്പാടും ബന്ധവും ഉണ്ടായത് ഒറ്റ അറസ്റ്റാണ്.
അവിടെ ചെല്ലുന്നപ്പോൾ കോടതി പൊക്കളാനും പറഞ്ഞു. അതാ രസം. അപ്പോൾ എന്തിനെന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കയറ്റിപ്പോൾ മൈസൂരായിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെക്കിച്ച് ഞാൻ അത് ആ തമാശ കൊണ്ടൊന്ന് പറയണമല്ലോ. ഞാനിങ്ങനെ 3-ാം നിലയിലാണ് മൈസൂരിൻ്റെ നമ്മുടെ വീട്ടിൽ കൊണ്ട് കയറാക്കാൻ പോവാം. അപ്പോൾ ഈ പോലീസുകാരെല്ലാം എന്നെ ഒന്ന് ഞാനും പറയാൻ എൻ്റെ പുറകിൽ ഒരു ഒന്നേരം ഉണ്ടായിരുന്നു 50 പോലീസ്. ഞാൻ താഴെ നോക്കിയ ഒരു പെണ്ണാണ് നിൽക്കുന്നത് മുകളിൽ. മൈസൂരിൻ്റെ ഭാര്യയെന്ന് എന്നെ ചോദിച്ചു. എനിക്ക് അവളെ നല്ല പരിചയം. ഓർത്തപ്പോൾ അവൾ ലോ അക്കാഡമിയിലാന്ന് വന്നു. ലോ അക്കാഡമി കോളേജോ SFIയുടെ കൗൺസിലറാണ്. അവൾക്ക് എതിരാട് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പം ഞാനൊരു ദൈവം മൈസൂരിൻ്റെ ഭാര്യ ഇതാണ്, മൈസൂരിട്ട് എന്നെ ആയിരിക്കും ദൈവം എന്നൊക്കെ വിചാരിച്ചാൽ കയറിച്ചില്ല. ഞാൻ കയറി ആ മൈസൂരിൻ്റെ ഫ്ലാറ്റിലെത്തി. ചെന്ന് അവൾ ഒരൊറ്റ ചൂടാഴ്ച ഇവരോട് പോയി. ഈ മനുഷ്യൻ എന്തിനാണ് പിടിച്ചോണ്ടെന്ന് ചോദിച്ചു. എന്ത് കാര്യം നിങ്ങൾക്ക്, എന്ത് കേസ്? ഞാൻ ചോദിച്ചു സാറേ വേഗം വീട്ടിൽ ചെല്ലും. ഉഷിച്ചേച്ചി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കര ഫീലിങ്ങാണ്. ഉഷിച്ച് നിർത്തരുത്, ഇപ്പം വണ്ടിയിൽ കയറി ഈരായിട്ടോടെ ചെല്ലണമെന്ന് അപ്പോൾ ഞാൻ അപ്പോഴാണ് ഇവള് മൈസൂരായിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഓ, അത് മജിസ്ട്രേറ്റ് ആയിരുന്നു. മൈസൂരായിട്ടായിരുന്നു, വനിതാ മൈസൂരായിട്ട്. എന്തൊരു മിടുക്കി കൊച്ചാന്ന്. SFI ആയിരുന്നു അവൾ. അവിടെ ഭർത്താവ് മാവേലിക്കര CPMൻ്റെ കൗൺസിലറാണ്, ലീഡറാണ്. അത്ര പ്രഗത്ഭയായ പെങ്കൊച്ചാണ്. പക്ഷേ അവൾക്ക് പോലും ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല. ഒരു മനുഷ്യൻ പിടിച്ചുകൊണ്ടിരുന്നു. അവൾ കേസ് പോലീസുകാർ അവൾ ഷൗട്ട് ചെയ്ത് നാറ്റിച്ച് കളഞ്ഞു. ഞാൻ നിൽക്കാൻ വേണ്ട സാർ വേഗം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി അന്നേരം വണ്ടിക്ക് ഇവിടെ എത്തി. അതൊരു മജിസ്ട്രേറ്റാകുക, ഒരു ജഡ്ജിയാകുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ പ്രകാരമാണ്. അവരുടെ മനസാക്ഷി അനുസരിച്ച് അവർ പ്രവർത്തിക്കും, അല്ലാതെ രാഷ്ട്രീയം വിടും. രാഷ്ട്രീയം എത്താൻ ആ കൊച്ചനെ റിമൈൻഡ് ചെയ്യും. രാഷ്ട്രീയത്തിന് അപ്പുറമാണ് ഭരണഘടന. ആ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി എന്നോട് പെരുമാറി. ആ നന്ദിയുണ്ട് എനിക്കിപ്പോഴും മനസ്സിൽ. സത്യം പറയാം, ഇതുവരെയും പോയി കാണുമോ നല്ല വാക്ക് പറയുമെന്ന് ഞാൻ ചെയ്തില്ല. പക്ഷേ ഇതുപോലെ 3ാമത് എന്നെ അറസ്റ്റ് ചെയ്തു. അത് നാണം കെട്ട കേസാണ്. ഒരു 6-7 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് എൻ്റെ ശാസ്ത്രമംഗലം വക്കീലാണ് എൻ്റെ. അങ്ങനെ പറഞ്ഞ സാറേ 7 ദിവസങ്ങളിൽ കിടക്കേണ്ടി വരുന്നത്, ഹൈക്കോടതി ജാമ്യം കിട്ടുള്ളൂ. ബലാത്സംഗ കേസാണ്. പച്ച കള്ളമാണെന്ന് മജിസ്ട്രേറ്റിന് അന്നേരം മനസ്സിലായി. ഒരു മിടുക്കിയായ മജിസ്ട്രേറ്റാണ്. അപ്പോൾ വക്കീലന്മാർ ഒരു 100 വക്കീലന്മാരെയും കൂടി രാത്രി 7 മണിക്ക് കോടതി വിളിച്ചിരിക്കുക. അവിടെ കോടതിയിൽ കേൾക്കുള്ളൂ കേസാണ് മജിസ്ട്രേറ്റ് കയറ്റിയത്. ഇപ്പം റിമാൻഡ് ചെയ്യാനേ പറ്റുള്ളൂ അവർക്ക്. റിമാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു, നിങ്ങളോട് ചോദിക്കണം പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, അത് ഞാൻ റെക്കോർഡ് ചെയ്യണം. ഞാൻ പോലീസിൽ ഹരാസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല, എന്നോട് മാന്യമായിട്ട് പെരുമാറി. ഈ SS റിമാൻഡ് ചെയ്യണം. കേസ് അങ്ങനെ സെഷൻ കോടതിയോട് കൊടുക്കണം, കമ്മിറ്റ് ചെയ്യണം. ഞാൻ സോറി ഒരു ചെറിയ കാര്യം പറയാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ വക്കീലന്മാർ ചിരി തുടങ്ങി. ഇത് ആദ്യമാണ്. അപ്പം ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു. ഞാൻ നിരപരാധിയാണ്. ഞാൻ എപ്പം മജിസ്ട്രേറ്റ് വിളിച്ചാലും ഈ കോടതി എപ്പോൾ പറഞ്ഞാൽ അപ്പം ഞാൻ കോടതി വന്നോളാം, എനിക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശാസ്ത്രം അഡ്വക്കേറ്റ് കയറി വിഷയമായിട്ട് പറഞ്ഞു. ഉടനെ അങ്ങനെ മജിസ്ട്രേറ്റ് വെയിറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ് അകത്തോട്ട് പോയി. 1.5 മണിക്കൂർ നേരെ ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതിയാണ് ജഡ്ജ്മെൻ്റായിട്ട് നടത്തുന്നത്. അവരെ പരാതി കൊടുത്ത സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നെ നിരപരാധിത്വം അംഗീകരിച്ചുകൊണ്ട് വരെ വെറുതെ വിട്ടെന്ന് മാത്രമല്ല, പിന്നെ കേസേ വന്നില്ല, സൂക്കട് തീർന്നു. അത്ര വലിയ ജഡ്ജ്മെൻറ്റാണ്. ആ മജിസ്ട്രേറ്റിനെ ഞാൻ ഈയിടെ കണ്ടു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈയിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയപ്പം ഒരു ചരമം, ഒരു പടം വെച്ചാൽ അത് ചുമ്മാ വായിച്ചപ്പം ഇത് 2 ദിവസം മുമ്പത്തെ പത്രമാണ്. തിരുവനന്തപുരം 3ാം ക്ലാസ് വയസ്സായിട്ട് കോടതിയിലെ മജിസ്ട്രേറ്റിൻ്റെ അപ്പനാണ്. അപ്പോഴാണ് ഓർത്ത് ദൈവം എന്നെ വിട്ട മജിസ്ട്രേറ്റിൻ്റെ അപ്പനാണെന്ന്. ഞാൻ നോക്കിയപ്പോൾ കോട്ടയത്താണ് വീട്. ഞാൻ ഇവിടുന്ന് വിട്ടെന്നേരെ കോട്ടയത്ത് ചെന്നു. അമ്മയും ആങ്ങളെ ഉണ്ടായിരുന്നു. അവരുടെ അമ്മയും ആങ്ങളൊക്കെ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചോട്ട് ഭയങ്കര സ്നേഹം പറഞ്ഞു. അവർക്ക് അറിയായിരുന്നു. അപ്പോൾ മകളുമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. എനിക്ക് അന്നേരം തന്നെ മകളെ വിളിച്ചു. മകളവിടെ അടുത്ത് ഉണ്ടായിരുന്നു. ഒരു രണ്ടാമത്തെ വേറൊരു വീടുണ്ട് അവിടെ. പിന്നെ മകൾ ഓടി വന്ന് ഞങ്ങൾ കുറച്ച് സ്നേഹം. ഞാൻ മനുമോളെ ഞാൻ നേരത്തെ കണ്ടില്ല, പടം ഇന്ന് ഉമ്മ പത്രം വായിച്ചോ കണ്ട, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. ഒരു നന്ദി എന്തെങ്കിലും ഒരു സ്നേഹമാണ്. അങ്ങനെ പോയി. അതല്ലാതെ മജിസ്ട്രേറ്റുമാരെയും കണ്ടിട്ടില്ല. രണ്ടാമത് വേറെ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, എന്നെ ഞാൻ അവരെയും കണ്ടിട്ടില്ല. വെളുത്ത വസ്ത്രങ്ങളാണല്ലോ അധികവും അണിയുക. അപ്പോൾ ഇത് അലക്കുകയും അത് ഉണക്കുകയും ഒക്കെ ചെയ്യുക, അത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക ശ്രമകരമല്ലേ ശരിക്കും? അല്ല, ഇപ്പം പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുക. നേരത്തെ ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. അത് ഈ ഇഷ്ടഭക്ഷണം കഞ്ഞിയൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. കഞ്ഞി, പാവയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന കറി ഒക്കെയാണ്. ചുമ്മാ പറയുന്നത് ഇറച്ചി മീനും ഒക്കെയാണ്. ഇറച്ചി മീൻ ഞാൻ കാണണം ഇപ്പം. ഇപ്പം ഇച്ചിരി കുറഞ്ഞു. ഇറച്ചി എനിക്ക് ഇഷ്ടമല്ല. നേരത്തെ തിന്നുമായിരുന്നു. പിന്നെ ഈ പെണ്ണ് വെക്കാൻ എളുപ്പം ഇറച്ചിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇറച്ചി ഉപയോഗിക്കാറില്ല. അഥവാ ഇറച്ചിയുടെ ചാറ് മതി, അതിനപ്പുറത്ത് ഒന്നും കഴിക്കാറില്ല. വളരെ പറയട്ടെ, ചോദിക്കുന്നു. സത്യമാണോ? എനിക്ക് ഇഷ്ടം. പിന്നെ അപ്പമോ ഇടിയപ്പമോ ദോശയോ ഇഡ്ഡലിയോ അതുകൊണ്ടൊക്കെ കഴിക്കും. പിന്നെ കപ്പയാണെങ്കിലും മതി. എന്നെ ഇനി എനിക്ക് ഇന്നെന്ന് നിർബന്ധമില്ല.
പക്ഷെ രാവിലെ കഴിക്കും വയറ് നിറച്ച് തിന്നണം. ആ. ഒരു 2 മുട്ട മസ്റ്റാ, ഒരു ഏത്തപ്പഴവും. പി സി ജോർജിൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഭക്ഷണക്രമം? ഭക്ഷണം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ 9-9:30 ഭക്ഷണം കഴിക്കും. അത് ഇഡലി, ദോശ, ഏത്തക്ക, മുട്ട ഇത്രയും വേണം. പിന്നെ അപ്പോ, പാലപ്പോ, കപ്പ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. ഉച്ചയ്ക്ക് ചോറ്, ഒരു 3-4 കൂട്ടം കറി, അത്രയും മതി. ഇറച്ചിയോ മീൻ. അത്രയും മതിയല്ലേ? രാത്രിക്കപ്പം എന്തായിരിക്കും? രാത്രിയിൽ അങ്ങനെ ചോറുണ്ണാറില്ല, ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ പി സി ജോർജ് തഗ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ വരുന്ന ഒരു കൂട്ടം വീഡിയോകളുണ്ട്. അതിലൊന്നാണ് ലൈവായിട്ട് പി സി ജോർജ് ഏത് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പോയതെന്ന് പറയുമ്പോൾ പി സി ജോർജ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അയാൾ അധിക്ഷേപിച്ചുകൊണ്ട്. അത് വളരെ ഫേമസ് ആണ്. അതെ അതെ. അപ്പം ആ മറുപടി കേൾക്കുമ്പോൾ ഇപ്പം സ്വയമായിട്ടും അതിങ്ങനെ യൂട്യൂബിലൊക്കെ വെറുതെ റാൻഡായിട്ടൊക്കെ അത് വരുമല്ലോ. ഇത് കാണുമ്പോൾ അത്ര പറയേണ്ടിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഇത് കുറച്ച് മോശമായി പോയി അങ്ങനെ പറയേണ്ടിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിഷ്ണു, ഞാനത് കണ്ടിട്ടില്ല, നോക്കാറില്ല. ഒരു സത്യം പറയാം, ഞാൻ ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവൻ ഒന്നുകൂടെ തന്തയ്ക്ക് പറയേണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. ഏത് മാനസികാരോഗ്യം, ഞാൻ അതിനെ വട്ടാച്യത്തിലാണ് കിടന്നത്, വൃത്തികെട്ടവൻ. അതിന് വൃത്തികേട്ടയ്ക്ക് കൊടുക്കാൻ പറയാമോ മനുഷ്യൻ? ഞാൻ ഒരു വൃത്തികളും കാണിക്കാറില്ല, ആരെ പറ്റി ആവശ്യമില്ലാതൊന്നും പറയാറില്ല, ആവശ്യമില്ല ഇടപെടാറില്ല. പിന്നെ നിയമസമാജികൾ എന്തെങ്കിലും നിയമസഭ പോകുമ്പോൾ രാജ്യത്തെ കാര്യങ്ങൾ എടുത്ത് പറയും. അത് പറയുമ്പോൾ വെച്ചിട്ട് കാര്യമുണ്ടോ? മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് മാധ്യമക്കാരൻ്റെ സൗകര്യം പോലെ ചെയ്യാമോ? ഈയിടെ ഒരു ഉദാഹരണം പറയാം. ഈയിടെ നമ്മുടെ BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പത്രക്കാരെ എല്ലാം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അയാളെ എല്ലാ പത്രക്കാരും വിമർശിച്ചു. എനിക്ക് വിമർശിക്കാൻ തോന്നിയില്ല. സ്ഥിരമായി ഒരു വ്യക്തിയെപ്പറ്റി വൃത്തികേട് തന്നെ കള്ളത്തരം എഴുതിക്കൊണ്ടിരിക്കുക പത്രം ഞാൻ മോശമല്ലേ? അപ്പോൾ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ എന്നാ തെറ്റിരിക്കുന്നത്? എന്നാൽ വൃത്തികേട് പറഞ്ഞത് തെറ്റാന്ന് സമ്മതിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ പ്രത്യേകത എന്താ? കേരളത്തിൽ UDF LDFും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം കൂടെ BJP കയറി ചാടുക. പക്ഷേ BJP ചാടി തോക്കുന്നുണ്ടോ? പിന്നെയും ആൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലോ. പിന്നെ എന്ത് ചെയ്യുമാതിരി ചാടുന്നേ? പത്രക്കാർ BJPയുടെ വാർത്ത കൊടുത്ത് ഇടുകയല്ലോ, ഇടണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. പക്ഷേ ജനം എന്നാലും BJPയിലേക്ക് വരിക. ഇപ്പോൾ 20% വോട്ടായി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. ഈ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നോക്കൂ, ഇപ്പോഴത്തെ ഇരട്ടി കൂടുതൽ പഞ്ചായത്തുകളും എല്ലാം BJP ജയിക്കും. 26 അസംബ്ലി ഇലക്ഷനിൽ 20 UDF തർക്കം 20 കൂടുതൽ കിട്ടുകയാണ്. ഞാൻ പറയുന്നത് 30 കൂടുതൽ കിട്ടുള്ളൂ. 30 സീറ്റുമായിട്ട് നിയമസഭയിൽ BJP കാണും. 2029 ഇലക്ഷൻ നടക്കും. അത് അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ BJP താമരച്ചനെ ജയിച്ചവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. അപ്പോൾ ഇവൻ്റെയൊക്കെ സൂക്കേട് തീരും. ഇവരൊക്കെ ഞങ്ങൾ മര്യാദ പഠിപ്പിച്ച് തരാം. നീ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നില്ലേ? വഴിനീള അടിയല്ലേ? തിരുവനന്തപുരത്ത് അടി, പത്തനംതിട്ട അടി, തൃശ്ശൂർ പിണറായിലടി, പിണറായിയുടെ അവിടെ അടിയ. ഞാൻ ഈ കണ്ണൂരും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും അടിയെന്ന് വെച്ചാൽ ഇത് കാശ് വീതം വെക്കുന്നതിന് തർക്കമാണ്. അതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സുധാകരൻ എന്തി? ഈ സുധാകരൻ കേരളം കണ്ട ഏറ്റവും നല്ല PWD മന്ത്രിയില്ലേ? അങ്ങേരെ അവിടെ പോയി. അങ്ങേരെ ഏരിയ സമ്മേളനം കൊണ്ട് അങ്ങനെ വീടിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അങ്ങനെ വിളിച്ചില്ല, വിളിക്കത്തില്ല. വിളിച്ചാൽ ഈ കള്ളന്മാരെല്ലാം ഒരുമിച്ചിരിക്കുന്നത് തന്നെ കള്ളനാണെന്ന് പുള്ളി ചോദിക്കരുത്. ഐസക് എന്തി? കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രി ഐസക്, അയാളെവിടെ പോയി? MA നല്ല വിദ്യാഭ്യാസം, അയാളെവിടെ പോയി? ടീച്ചർ എന്തി? കേരളത്തിലെ ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയാണ് ടീച്ചർ, അറിയാമോ? ശൈലജ ടീച്ചർ. ആ ടീച്ചറെ അമ്മയെന്ന് ഞാൻ നിയമസഭ പറയും, നിങ്ങളെ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ പറയുന്നത്. ഉദാഹരണം പറയാം, മുണ്ടക്കയത്ത് 5 നില കെട്ടിടം പണി തീർത്ത് അവിടെ 5 ഡോക്ടർമാർ എയർ കണ്ടീഷണർ പ്രസവ വാർഡ് ഇപ്പോൾ ഉണ്ടാക്കിയവനെ. 5 ഡോക്ടർമാർ. ഈ ടീച്ചർ ചെയ്യുന്ന സഹായമാണ്. കെട്ടിടം പണിയാനും വേറെ PWD കൊണ്ട് ചോദിച്ചു. ഈ ഡോക്ടർ 2 അഡീഷണൽ ആയിട്ട് തന്നു. ടീച്ചർ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കും. ഡോക്ടറും ഇല്ല, നേഴ്സും ഇല്ല. ഒന്നാലോചിച്ച് എന്തൊരു ഗതിയാണ്. കേരളം മുഴുവൻ നടക്കുന്നില്ലേ? മരുന്നില്ല, ഒരിടത്തും ഡോക്ടർമാരില്ല. ഇത്രയും ഡോക്ടർമാർ പാസ്സായി കിടക്കുന്നില്ലേ? ഒരു ചെറിയ 50,000 രൂപ എടുത്ത് ഒരു ഇത് സന്തോഷം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഗവൺമെൻറ് സർവീസിൽ ഡോക്ടർമാർ വന്ന് സേവനം ചെയ്യലേ? നല്ല മനസ്സുള്ള ഡോക്ടർമാരില്ലേ? ഒരു ഡോക്ടറെങ്കിലും ഒരു ആശുപത്രി വെക്കണ്ടേ? ഇത്ര നശിച്ചെന്നാറി ഒരു ഗവൺമെൻറ്റും കാശുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. ഇത്രയും മോശം ഒരു ആരോഗ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എന്നാലും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അവരുടെ ബൂത്തിലോട്ട് അവർ കയറുകയല്ല, അവരുടെ ലോക്കൽ കമ്മിറ്റി പോലും അവരെ അടിയാണ്. ഇതെങ്ങനെ നന്നാകാനാണ് ഇത്? കേരളം നശിച്ചു മക്കളെ, എൻ്റെ അഭിപ്രായം. എപ്പോഴെങ്കിലും ഒരു പി സി ജോർജ് എന്നുള്ള മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് റിട്ടയർ ആവുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യണ്ടേ, നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം വേണ്ട, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് അവർക്ക് വിവരം ഉണ്ടാകണം, ചോദ്യം എന്നോട് ചോദിക്കാനാ. അതായത് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ അവസാനിപ്പിക്കും.
അതുവരെയും പൊതുപ്രവർത്തനം കാണും. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വേദിയിലേക്ക് ഞാൻ പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അതായത് ചെറുപ്പക്കാർ പറയും. ഇപ്പം തന്നെ ചാനലുകാരൊക്കെ വിളിക്കുന്ന ഞാൻ പറയും പിള്ളേരെ വിളിക്കാൻ പറയും, ചെറുപ്പക്കാരെ വിളിച്ചോളാൻ പറയും. ഞാൻ പോകാറില്ല. അത് പിള്ളേർ വരട്ടെന്ന്, അവർ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ നിലപാടുണ്ടല്ലോ, അത് രാഷ്ട്രീയ കക്ഷികൾ ഇടയ്ക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും തീരുമാനങ്ങളും അങ്ങനെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ മാറിയിട്ടില്ല. അതെന്താ? അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ എൻ്റെ കാര്യം എനിക്ക് ബോധ്യമുള്ളത് ഞാൻ പറയുള്ളൂ. ആ ബോധ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാറുന്ന ഞാൻ മര്യാദ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഏതെല്ലാം സ്ഥാനത്ത് വേണേൽ കിട്ടുമായിരുന്നു. വേണ്ട, നമ്മൾ വാക്ക് പാലിക്കുക, അതനുസരിക്കുക. എനിക്ക് എൻ്റെ ഒരു ചെറിയ കുടുംബമാണ്. ഞാനും എൻ്റെ ഭാര്യ ഉഷയും. ഞങ്ങൾക്ക് 2 ആൺമക്കൾ. അതിൽ മൂത്ത മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അവന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. ഇങ്ങനെ എല്ലാം ജോലിയുണ്ട്. എങ്കിലും അവൻ കർത്തവ്യം നല്ലവണ്ണം നിറവേറ്റി പോകുന്നുണ്ട്. അവൻ്റെ ഭാര്യയുണ്ട് പാർവതി, നമ്മുടെ ഈ ജഗതിയുടെ മകളാണ്. ആ കൊച്ചും വക്കീലാണ്, ഇപ്പോൾ കോടതി പോയിരിക്കുക, പാലാ കോടതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തവനുണ്ട്, അവന് MBBS കഴിഞ്ഞു അവിടെ ഇരിക്കുകയാണ്, തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിൽ ഡോക്ടറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മകന് 2 മക്കളാണ് ഉള്ളത്, ഒന്ന് അപ്പുവും ഒന്ന് അമ്മുവും. അപ്പു ഇവിടെ PC ജോർജ് ജൂനിയറാണ്, പേര് അണക്കര സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ അമ്മുവാണ് ഞങ്ങളുടെ ആകെയുള്ള ഒരു ഓമന കൊച്ചി, ഇവിടെ വീട്ടിലുണ്ട്. അവളിപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്, ഇവിടെ ആനക്കല്ല്. ആ സ്കൂളിൻ്റെ പേരിന് ഗാർഡൻ സ്കൂളിൽ പഠിക്കുന്നത്, 3ാം ക്ലാസ്. രാവിലെ പോവും, വൈകുന്നേരം എത്തും. ഇങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങൾ, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. PC ജോൺ സാറുടെ ഈ TV-യിലുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇദ്ദേഹം വീട്ടിൽ വലിയ രീതിയിൽ വഴക്കാളി ആയിരിക്കുമോ, ഭയങ്കര കർക്കശക്കാരനായിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല അല്ലേ? അതാ ഇവിടെ ആ വഴിക്ക് അങ്ങ് പോവുകയല്ലേ. പറഞ്ഞ തീരുമാനങ്ങളിൽ അങ്ങനെ മാറ്റാത്ത, അങ്ങനെ കൃത്യമായിട്ട് ശീലങ്ങളൊക്കെ ഉള്ള, എന്തെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണോ? അതൊന്നുമില്ല. അതൊന്നുമില്ല. എന്നാലും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. തീർച്ചയായും ഈ രാഷ്ട്രീയ ജീവിതം ഇതേ രീതിയിൽ ആക്രോശത്തോടുകൂടി, ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകട്ടെ. പൂഞ്ഞാറെന്ന് കേൾക്കുമ്പോൾ PC ജോർജ് എന്ന പേരും കൂടിയാണ് ഒരു പര്യായം പോലെ ഓർമ്മ വരുന്നത്. അത് എന്നും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എന്നും കൂടെ സഹയാത്രികയായി ഉണ്ടാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.